സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. വിദേശ ഷോയിൽ പങ്കെടുക്കാൻ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിക്ക് അനുമതി നൽകി. തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സെഷൻ കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കുറച്ച് ജാമ്യവ്യവസ്ഥകൾ നിർദ്ദേശിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദലിത് സംഗീതത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് വേടനെ സമീപിച്ചപ്പോൾ തന്നോട് ലൈംഗികാതിക്രമം കാണിച്ചെന്ന ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സെൻട്രൽ പോലീസ് എടുത്തതാണ് മറ്റൊരു കേസ്. സംസ്ഥാനം വിട്ടുപോകരുത്, എല്ലാ ആഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെ ഹാജരാകണം എന്നീ വ്യവസ്ഥകളിലായിരുന്നു കോടതി പുറപ്പെടുവിച്ചത്. ഇതിന് ഇളവ് വേണമെന്ന വേടന്റെ ആവശ്യമാണ് കോടതി അംഗീകരിച്ചത്. നേരത്തെ ഗവേഷണ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് എടുത്ത കേസിൽ ജാമ്യവ്യവസ്ഥയിൽ ഹൈക്കോടതി ഇളവ് അനുവദിച്ചിരുന്നു. നവംബർ 11 ദുബായ്, നവംബർ 28 ഖത്തർ, ഡിസംബർ 13 ഫ്രാൻസ്, ഡിസംബർ 20 ജർമ്മനി എന്നിങ്ങനെ തനിക്കുള്ള സംഗീത പരിപാടികൾ കാണിച്ചാണ് വേടൻ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടത്. സ്റ്റേജ് ഷോകൾ നടത്തുന്ന തനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണ് വിദേശത്ത് പോകാൻ പാടില്ലെന്ന നിബന്ധന വെച്ചതിലൂടെ എന്ന് വേടൻ വാദിച്ചു. മാത്രവുമല്ല, 2 വ്യവസ്ഥകളും റദ്ദാക്കിയാലും കേസിന്റെ അന്വേഷണത്തെ അത് ഒരു വിധത്തിലും ബാധിക്കില്ലെന്നും വേടൻ വാദിച്ചിരുന്നത്. സെഷൻ കോടതി ഇക്കാര്യത്തിലുള്ള ഹർജി തള്ളിയതോടെയാണ് വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത്.